തലസ്ഥാനത്തെ ഈ കുടിവെള്ളക്ഷാമം ഏറ്റവും അധികം ബാധിച്ചത് രോഗികളെയും വൃദ്ധജനങ്ങളെയുമാണ്. രോഗിയായ ഹരിമാസ്റ്ററും കുടുംബവും കഴിഞ്ഞ ഒരാഴ്ചയായി കുടിക്കാനും കുളിക്കാനും ഒന്നും വെള്ളമില്ലാതെ വലിയ പ്രയാസത്തിലാണ്. 4 ദിവസത്തിനു ശേഷം ജില്ലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കപ്പെട്ടുവെന്ന് അവകാശപ്പെടുമ്പോഴും മണികണ്ഠേശ്വരം ഓം നഗറിൽ ഇപ്പോഴും വെള്ളം എത്തിയിട്ടില്ല. തിരുവനന്തപുരം മണികണ്ഠേശ്വരത്തും ഇതുപോലെ വെള്ളമില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ 4 ദിവസമായി നിരന്തരമായിട്ട് ഇവർ പരാതിയുമായി രംഗത്തുണ്ട്. പക്ഷേ ഈ 4 ദിവസവും ഇവിടെ ടാങ്കറിൽ പോലും വെള്ളം എത്തിക്കാൻ അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് പോലെ തന്നെ കഴിഞ്ഞ ഒരു ദിവസം മഴ പെയ്തിരുന്നു. ആ മഴവെള്ളം പിടിച്ചു വെച്ചാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. മുൻകൂട്ടി പറയാത്തത് കൊണ്ട് ഈ പ്രദേശത്ത് വെള്ളം ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ഈ ഗൃഹനാഥൻ അടക്കമുള്ളവർ വയ്യാതെ രോഗാതുര അവസ്ഥയിൽ നിൽക്കുന്ന ആളാണ്. 5ാമത്തെ ദിവസമാണെന്ന് ഞാൻ 3 ദിവസമായി ഞാൻ വന്നിട്ട് ആശുപത്രിയിൽ കിടക്കുകയായിരുന്നു. എനിക്ക് തീരെ വയ്യ, സംസാരിക്കാനൊന്നും വയ്യ, ശ്വാസം വിടാൻ പാടായിരുന്നു. അതൊക്കെ കുറവായി സംസാരിച്ചുവിടാൻ 2 ആഴ്ചയ്ക്ക് സംസാരിക്കില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. വെള്ളം ഒന്നുമില്ല, ഒന്ന് വെളിക്കിറങ്ങി കക്കൂസി പോയാൽ ഒന്ന് പ്രാഥമിക ഘടകത്തിന് പോലും വെള്ളമില്ല. അതാണ് അവസ്ഥ. നമ്മൾ 1-2 ദിവസമൊക്കെ ചോറ് വെളിയിൽ നിന്നെടുത്ത് അങ്ങനെ പോണം. വയ്യാത്തുള്ള എൻ്റെ ഭാര്യ 2-3-4 വീട്ടിൻ്റെ അപ്പുറത്ത് പോയി ചുമന്നോണ്ട് വരും. വയ്യാവക്കം പിന്നെ ഞാൻ കിടന്നു പോയതുകൊണ്ട് എന്തിനു ചെയ്യാൻ, എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. 4 വീട്ടിൻ്റെ അപ്പുറത്ത് പോയി ഞാൻ വെള്ളം എടുത്ത് അവിടെ വയ്ക്കുമ്പോൾ അടുത്ത വീട്ടിലൊരു കൊച്ചു പയ്യുണ്ട്, അവൻ എടുത്ത് ഗേറ്റിൻ്റെ അവിടെ കൊണ്ട് വച്ചേരും. പിന്നെ അവിടെ നിന്ന് കുറേശ്ശെ എടുത്ത് ബാത്റൂമിൽ ഫ്ലഷ് ടാങ്കിൽ കൊണ്ടുവന്ന് ഒഴിച്ചിട്ട് പ്രാഥമിക ഭക്ഷണം 2 ദിവസം മരുമോള് കടയിൽ നിന്ന് ഓർഡർ ചെയ്ത് തന്നു. അപ്പം സിറ്റിക്കകത്തുമൊക്കെ വെള്ളത്തിൻ്റെ പ്രശ്നം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട മക്കളെ, എങ്ങനെയൊക്കെ പാകം ചെയ്യുമെന്ന് അറിഞ്ഞൂടല്ലോ, അതുകൊണ്ട് വേണ്ട. പിന്നെ 2 ദിവസം ഞങ്ങൾ അരിയും പയറും കൂടിയിട്ട് കുക്കറിനകത്തിട്ട് 2 അടി അടിച്ച് കഞ്ഞി കുടിച്ച് അങ്ങനെ രാത്രിയും പകലുമൊക്കെ അങ്ങനെ ഉണ്ടെന്ന് കഴിച്ചു വിട്ടു. ഇന്ന് പല വീടുകളിലും വെള്ളം എത്തിയിട്ടുണ്ട്, പലയിടത്തും എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ മണികണ്ഠേശ്വരം അടക്കമുള്ള പ്രദേശങ്ങളിൽ, ഓം നഗറിലടക്കമുള്ള മണികണ്ഠേശ്വരം ഓം നഗർ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇനിയും വെള്ളം എത്താനുണ്ട്. ഇത്രയും ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ വെള്ളം എത്തിക്കേണ്ടത് ഇവിടുത്തെ ഒരു ആവശ്യം തന്നെയാണ്. തീരെ വയ്യാത്ത ആളുകളൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് തിരുവനന്തപുരത്ത് ഈ പ്രദേശത്തൊക്കെ ഉള്ളത്. പല പ്രദേശത്തും വെള്ളമുണ്ട്, പക്ഷേ വെള്ളത്തിന് ഫോഴ്സ് ഇല്ല. ഉയർന്ന പ്രദേശത്തേക്കൊക്കെ വെള്ളം കയറാത്ത ഒരു സാഹചര്യം കൂടെ നിലവിലുണ്ട്.